ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന 3500 പ്രതിനിധികൾക്ക് വേണ്ട ഭക്ഷണമെല്ലാം ഒരുക്കുന്നത് ഈ പന്തലിലാണ്. അവരെല്ലാം ഭക്ഷണം കഴിക്കുന്നത് ഇവിടെയാണ്. ഇത് പമ്പ ഹിൽ ടോപ്പിന് സമീപത്താണ്. നൂറുകണക്കിന് ഈ ഡെലിഗേറ്റ്സ് ആണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുങ്ങുന്ന വിശാലമായ പാചകപ്പുരത അവിടെ. മുരിഞ്ഞ് ദോശ ഇങ്ങനെ മുരിഞ്ഞ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 4-5 ദോശക്കല്ലുകളിലായിട്ട് ഒരേ സമയത്ത് എത്ര അടുക്ക് ദോശ ഈ പാചകം ചെയ്യുന്ന ആരെന്നറിയണ്ടേ? നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട പാചക കുലപതി. നമസ്കാരം. പഴയുടെ മോഹന നമ്പൂതിരിയാണ് അയ്യപ്പ സംഗമത്തിൽ പാചകം ചെയ്യുന്നത്. അപ്പോൾ പമ്പയിലും സന്നിധാനത്തും പാചകം ചെയ്യുന്ന ആദ്യമാണോ? സന്നിധാനത്ത് ധാരാളം എത്തിയിട്ടുണ്ട്. പമ്പയിൽ ഇപ്പോൾ ഇങ്ങനൊരു പരിപാടി നാടാട് നടക്കുന്നതാണല്ലോ, അതുകൊണ്ട് ഇതാദ്യമാണ്. സാധാരണ ഈ കലോത്സവത്തിലെ കുട്ടികൾക്കൊക്കെയാണ് അങ്ങ് ഭക്ഷണം കൊടുക്കുന്നത്. ഇതിപ്പം വലിയ കുട്ടികളാണ്, മുഖ്യമന്ത്രി അടക്കമുള്ള കുട്ടിയാണ്. അവർക്ക് എന്താണ് സ്പെഷ്യൽ? പ്രത്യേകിച്ച് ഇവിടെ വെജിറ്റേറിയൻ അല്ല, ഇത് വെജിറ്റേറിയൻ ആണ്. പിന്നെ സ്പെഷ്യലൊന്നുമില്ല. അയ്യപ്പൻ സന്നിധിയിൽ വരുന്നതല്ലേ. സാധാരണഗതിക്ക് ഒരു 10 കൂട്ടം വിഭവങ്ങളോടും പാലടയോടും കൂടിയ ഊണുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് വേണ്ടവർക്ക് വെജിറ്റബിൾ പുലാവ്, ചില്ലി ഗോപി, ചപ്പാത്തി, കുറുമ തുടങ്ങിയ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ ഇഡ്ഡലി, ദോശ, പഴന്തോർക്ക്, ചായ, കാപ്പി, കോൺഫ്ലെക്സ്, പാല്, അങ്ങനെ വളരെ സിമ്പിൾ ബട്ട് എലൈറ്റ്. പായസം എന്തായാലും സ്പെഷ്യൽ ഇവിടെ ഉണ്ടാവുമല്ലോ. പാലടയുണ്ട്. അത് രാവിലെ ഉണ്ട്. ഓരോ ഭക്ഷണം വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണമാണോ? എല്ലാവർക്കും ഒരേ ഭക്ഷണമാണോ? എല്ലാവർക്കും ഒരേ ഭക്ഷണം തത്വമസിയാണ്. ചോദിക്കാൻ കാര്യം അതുകൊണ്ട് ഇവിടെ എല്ലാവരും വേർതിരിച്ച് കാണുന്നില്ല. എല്ലാവർക്കും VIPs ആയാലും VVIPs ആയാലും ഡെലിഗേറ്റ്സ് ആയാലും ഭക്തജനങ്ങളായാലും ഒരേ ഭക്ഷണമാണ്. സസ്പെൻസ് ഒളിപ്പിച്ച പായസം വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ കലോത്സവത്തിനല്ലേ. നല്ല തിരക്കിലാണ്. അത് ഗംഭീരമായിട്ട് പോട്ടെ. നമസ്കാരം. അപ്പം എന്നാലും തിരുമേനി ഒരു കാര്യം വ്യക്തമാക്കി. അതെ. ഇവിടെ പ്രശാന്ത്, ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രാതലിനുള്ള ഭക്ഷണമാണ് തയ്യാറാകുന്നത്. ഇത് അവിടെ ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം അവിയലൊക്കെ റെഡിയാണ് കേട്ടോ. ഉച്ചയ്ക്ക് മുമ്പേ എല്ലാം സെറ്റ് ആവും. പിന്നെ ആയി കഴിഞ്ഞു. വെണ്ടയ്ക്ക കഷ്ണമൊക്കെ ഇങ്ങനെ പൊങ്ങി. പായസമൊക്കെ റെഡിയായോ? പിന്നെ പായസം ഒരു ചെമ്പ് ഉഴുന്നുവട വെച്ചേക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. ഒരു ചെമ്പ് ഉഴുന്നുവട കലോത്സവത്തിന് കാണാൻ പറ്റും. കലോത്സവത്തിന് കാണാൻ പറ്റും. അതെ. അപ്പോൾ പഴയുടെ നമ്പൂതിരിയുടെ പ്രഭാത ഭക്ഷണം എടുത്തോ? അത് ഗംഭീരമാണ്. എങ്ങനെയുണ്ട് കണ്ണ? നല്ല ഇഡ്ഡലി, പൂപോലുള്ള ഇഡ്ഡലി, നല്ല ദോശ. അതെ, നല്ല. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സാമ്പാറിന്റെ ടേസ്റ്റാണ്. കിടിലൻ ടേസ്റ്റ്. നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന രുചി. എത്ര പേർക്ക് ഇങ്ങനെ രുചികരമായിട്ട് അല്ലേ ഒരേ രീതിയിൽ ഉണ്ടാക്കണം. എന്തായാലും ആ കൈപുണ്യം ഇവിടെ വരുന്ന എല്ലാവർക്കും ആ രുചി അറിയാൻ പറ്റുന്നുണ്ട്. ഏതായാലും ക്യാമറമാൻ ഷാനവാസിനോട് ഇത് ഭക്ഷണം കഴിക്കണം. ഇപ്പം നമ്മുടെ ഫുഡിന്റെ ചാർജാണ്. എന്തായാലും എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആൾക്കാരൊക്കെ? എല്ലാവരും നല്ല അഭിപ്രായമാണ്. പ്രത്യേകിച്ച് പഴയുടെ തിരുമേനിയുടെ ഭക്ഷണമല്ല, അതിന് ആരും ഒന്നും എവിടെയും നമ്മളുടെ എത്രയും വലിയ കൂടുതൽ ആളുകൾ എവിടെ കൂടുന്നുണ്ടോ അവിടെയൊക്കെ പഴയുടെ മാറും.